മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ്. അവിടെ ഇസ്രയേലും അമേരിക്കയും ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി നടത്തുന്ന പോരാട്ടം കേവലം അതിർത്തി തർക്കങ്ങളോ സാധാരണ യുദ്ധങ്ങളോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയോടും ആധുനിക സാങ്കേതിക വിദ്യയിൽ അഗ്രഗണ്യരായ ഇസ്രയേലിനോടും നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് ഇറാന്റെ നിലവിലെ സൈനിക ശേഷി പര്യാപ്തമല്ലെന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഇറാന്റെ അസമമിത യുദ്ധമുറ അഥവാ അസമെട്രിക് വാർഫെയർ രൂപപ്പെടുന്നത്. നേരിട്ടുള്ള പോരാട്ടത്തിന് പകരം ശത്രുവിനെ തളർത്തുന്ന തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ രാജ്യവും അവരുടെ എതിരാളികളും തമ്മിലുള്ള സൈനിക സന്തുലിതാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ സൈനിക ശേഷി ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. അത്യാധുനിക വിമാനവാഹിനി കപ്പലുകൾ, ദീർഘദൂര ബോംബർ വിമാനങ്ങൾ, ശത്രുവിന്റെ റഡാറുകളിൽ പെടാത്ത സ്റ്റെൽത്ത് വിമാനങ്ങൾ, കൃത്യതയാർന്ന മിസൈലുകൾ എന്നിവയ്ക്ക് പുറമെ ലോകത്തെവിടെയും സൈനിക സമ്മർദ്ദം ചെലുത്താനുള്ള സാമ്പത്തിക ശേഷിയും അവർക്കുണ്ട്. ഇസ്രയേൽ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വായുസേനയും ഇന്റലിജൻസ് സംവിധാനങ്ങളും അവർക്കുണ്ട്. ഇതിനെല്ലാം വിപരീതമായി ദശാബ്ദങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ കാരണം ഇറാന്റെ പരമ്പരാഗത സൈനിക വ്യൂഹം പലപ്പോഴും പഴഞ്ചൻ സാങ്കേതിക വിദ്യകളെയാണ് ആശ്രയിക്കുന്നത്. ഈ വലിയ സൈനിക അസമത്വം തിരിച്ചറിഞ്ഞ ഇറാന്റെ പ്ലാനർമാർ നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയാണ്. അവർ വികസിപ്പിച്ചെടുത്ത മോഡൽ അനുസരിച്ച് ഒരു യുദ്ധമുണ്ടായാൽ അത് ശത്രുവിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ചിലവേറിയതും ചിതറിക്കിടക്കുന്നതും പ്രവചനാതീതവുമാക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ശത്രുവിന്റെ കപ്പലിന് പകരം കപ്പലോ വിമാനത്തിന് പകരം വിമാനമോ ഇറക്കി പോരാടുന്നതിന് പകരം ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങളെ ദുർബലമാക്കുന്ന മറ്റു വഴികളാണ് ഇറാൻ തേടുന്നത്. ഇതിലൂടെ യുദ്ധത്തിന്റെ ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടുന്ന ശത്രു രാജ്യങ്ങളെ പിന്നോട്ട് വലിക്കാൻ ഇറാന് സാധിക്കുന്നു. ഇറാന്റെ ഇന്നത്തെ പോരാട്ട വീര്യത്തിന്റെ വേരുകൾ കിടക്കുന്നത് 1979 ഇസ്ലാമിക വിപ്ലവത്തിലാണ്. അതിനു മുമ്പ് ഷാ മുഹമ്മദ് റസ പൗലവിയുടെ ഭരണത്തിന് കീഴിൽ ഇറാൻ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പങ്കാളിയായിരുന്നു. ഇസ്രയേലുമായി പോലും അന്ന് ഇറാൻ രഹസ്യമായി സുരക്ഷാ സാമ്പത്തിക ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. എന്നാൽ വിപ്ലവത്തിന് ശേഷം വന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് പാശ്ചാത്യ സ്വാധീനത്തെ പൂർണ്ണമായും എതിർക്കുകയും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ടെഹ്റാനിലെ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തതോടെ അമേരിക്കയുമായുള്ള ഔദ്യോഗിക ബന്ധം അവസാനിപ്പിക്കുകയും ശത്രുതയുടെ പുതിയ അധ്യായം തുറക്കപ്പെടുകയും ചെയ്തു. ഇറാന്റെ സൈനിക സിദ്ധാന്തം കേവലം ആയുധങ്ങളെക്കുറിച്ചിട്ടുള്ളതല്ല, മറിച്ച് അത് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെയും വിപ്ലവത്തിന്റെ ആദർശങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് കൂടിയാണ്. അമേരിക്ക തങ്ങളെ വളയാൻ ശ്രമിക്കുന്നുവെന്നും ഇസ്രയേൽ തങ്ങളുടെ ആണവ മിസൈൽ പദ്ധതികളെ തകർക്കാൻ നോക്കുന്നുവെന്നും ഇറാൻ വിശ്വസിക്കുന്നു. ഈ ഭയം അവരെ കൂടുതൽ പ്രതിരോധാത്മകമായ എന്നാൽ ആക്രമണോത്സുകമായ തന്ത്രങ്ങളിലേക്ക് നയിച്ചു. ഈ ചരിത്രപരമായ പശ്ചാത്തലം മനസ്സിലാക്കാതെ ഇറാന്റെ ഇന്നത്തെ നീക്കങ്ങളെ വിലയിരുത്തുക അസാധ്യമാണ്. ഇറാന്റെ ഏറ്റവും വലിയ ആയുധം ഏതെങ്കിലും മിസൈലോ ഡ്രോണോ അല്ല, മറിച്ച് അവർ പടുത്തുയർത്തിയ പ്രാദേശിക സഖ്യങ്ങളാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ ശൃംഖല ഇറാന്റെ തന്ത്രപരമായ കരുത്താണ്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ, പലസ്തീനിലെ പോരാളികൾ എന്നിവരടങ്ങുന്നതാണ് ഈ സഖ്യം. ഈ ഗ്രൂപ്പുകൾക്കെല്ലാം സ്വന്തമായ പ്രാദേശിക ലക്ഷ്യങ്ങളുണ്ടെങ്കിലും പൊതുവായ ശത്രുവിനെതിരെ അവർ ഇറാനൊപ്പം നിൽക്കുന്നു. ഇറാന്റെ അതിർത്തികൾക്ക് പുറത്ത് സ്വാധീനം ചെലുത്താനും ശത്രുവിനെ നേരിടാനും ഈ സംവിധാനം സഹായിക്കുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ലബനനിൽ നിന്ന് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്കും ഇറാഖിൽ നിന്ന് അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും യമനിൽ നിന്ന് ചെങ്കടലിലെ കപ്പൽ പാതകളിലേക്കും ഒരേ സമയം സമ്മർദ്ദം ചെലുത്താൻ ഇറാന്റെ ഈ സഖ്യശൃംഖലയ്ക്ക് കഴിയും. ഇതിനെയാണ് സ്ട്രാറ്റജിക് ഡെപ്ത് അഥവാ തന്ത്രപരമായ ആഴം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് യുദ്ധം ഇറാന്റെ മണ്ണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ശത്രുവിന്റെ ചുറ്റുമുള്ള പല കേന്ദ്രങ്ങളിലായി വ്യാപിക്കുന്നു. ഇത് ശത്രുവിന്റെ ശ്രദ്ധ തിരിക്കാനും അവരുടെ സൈനിക ശേഷിയെ ചിതറിക്കാനും ഇറാനെ സഹായിക്കുന്നു. തങ്ങളുടെ പഴയ വിമാനപ്പടയ്ക്ക് പകരമായി ഇറാൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ബാലിസ്റ്റിക് മിസൈലുകളാണ്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇന്ന് ഇറാന്റെ കൈവശമുണ്ട്. ഇസ്രയേലിലെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലെയും ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്ന 2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. ഈ മിസൈലുകൾ കേവലം നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശത്രുവിനെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. മിസൈലുകൾക്കൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാൻ വലിയ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഡ്രോൺ സാങ്കേതികവിദ്യ. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ വലിയ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാൻ പഠിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് തടയേണ്ടി വരുന്ന ഈ ചെറിയ ഡ്രോണുകൾ ശത്രുവിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. കൂടാതെ ഈ ഡ്രോണുകൾ സഖ്യകക്ഷികൾക്ക് കൈമാറുന്നതിലൂടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാതെ തന്നെ ശത്രുക്കളെ ആക്രമിക്കാനുള്ള കഴിവും ഇറാൻ കൈവരിച്ചു. ഈ കോസ്റ്റ് ഇംബാലൻസ് അഥവാ ചെലവുകളിലെ അസമത്വം ഇറാന്റെ അസിമെട്രിക് യുദ്ധമുറകളുടെ പ്രധാന ഭാഗമാണ്.
ഇറാൻ തങ്ങളുടെ നീക്കങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഫോർവേഡ് ഡിഫൻസ് അഥവാ മുന്നണി പ്രതിരോധം എന്നാണ്. അതായത് ഭീഷണി ഇറാന്റെ അതിർത്തിയിൽ എത്തുന്നതിന് മുമ്പ് അതിനെ പുറത്തു വെച്ച് തന്നെ തടയുക. സിറിയയിലും ഇറാഖിലും ലെബനനിലും ഇറാൻ ചെലുത്തുന്ന സ്വാധീനം ഇതിന്റെ ഭാഗമാണ്. ഇതിലൂടെ യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു ഇറാന്റെ മണ്ണിൽ നിന്നും മാറ്റാൻ അവർക്ക് സാധിക്കുന്നു. ഇത് ഇസ്രയേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അവർക്ക് ഇറാനെ നേരിടണമെങ്കിൽ ഈ വലിയ ശൃംഖലയെ മുഴുവൻ മറികടക്കേണ്ടി വരും. എങ്കിലും ഈ തന്ത്രം വലിയ തോതിലുള്ള അപകട സാധ്യതകളും ഉയർത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന സായുധ ഗ്രൂപ്പുകളെ ഇറാൻ പൂർണ്ണമായും നിയന്ത്രിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നടത്തുന്ന അപ്രതീക്ഷിത നീക്കം ഒരുപക്ഷെ ഇറാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. കൂടാതെ ഹോർമൂസ് കടലെടുക്ക് പോലെയുള്ള ലോകത്തെ പ്രധാന ഇന്ധന പാതകളിൽ ഇറാൻ ചെലുത്തുന്ന സമ്മർദ്ദം ആഗോള വിപണിയെയും ബാധിക്കാറുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്തെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ളതാണ്. ഇറാന്റെ ഈ പോരാട്ടങ്ങളെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന തെറ്റ് അവർ അമേരിക്കയെ സൈനികമായി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുന്നതാണ്. സത്യത്തിൽ ഇറാന്റെ ലക്ഷ്യം യുദ്ധത്തിൽ വിജയിക്കുക എന്നതല്ല, മറിച്ച് തങ്ങളെ ആക്രമിക്കുന്നത് ശത്രുവിന് താങ്ങാൻ കഴിയാത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. യുദ്ധം തുടങ്ങുന്നതിനേക്കാൾ അത് അവസാനിപ്പിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എന്ന് ശത്രുക്കളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇസ്രയേലും അമേരിക്കയും ഈ തന്ത്രത്തെ പ്രതിരോധിക്കാൻ നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. ഇറാന്റെ ആയുധ കൈമാറ്റങ്ങൾ തടയുന്നതും സാമ്പത്തിക ഉപരോധങ്ങൾ വഴി പണം മുടക്കുന്നത് നിർത്തുന്നതും സൈനിക കമാൻഡർമാരെ വധിക്കുന്നതുമെല്ലാം ഈ ശൃംഖലയെ തകർക്കാനാണ്. ഇതൊരു പുതിയതരം യുദ്ധവ്യവസ്ഥയാണ്. ഇവിടെ ടാങ്കുകൾ അതിർത്തി കടക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഡ്രോൺ ആക്രമണങ്ങൾക്കും സൈബർ പോരാട്ടങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കുമാണ്. ഇറാന്റെ സൈനിക സിദ്ധാന്തം പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ആത്യന്തികമായി ഈ നിഴൽ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ ഇത് വലിയൊരു സ്ഫോടനത്തിൽ കലാശിക്കുമോ എന്നോ ഉള്ള ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമായി അങ്ങനെ തുടരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.